കൊല്ലം മുമ്പ് ഇവിടുന്ന് ഈ പയ്യന്നൂർ പോക്കുണ്ട്. അതിന് കാരണം കാസർഗോഡ് നിന്നൊക്കെ പറഞ്ഞു ഇവിടെ എല്ലാത്തിനും വരുമ്പോൾ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുള്ള പരാതി ഉണ്ട്. അപ്പം അങ്ങനെയാണ് പയ്യന്നൂർ ഒരു മാസത്തിലൊരിക്കുക പോയാൽ കാലത്ത് അവിടെ എത്തിയാൽ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് നമ്മൾ കണ്ണൂർ അവിടുന്ന് പോലും ചിലപ്പോൾ നമ്മുടെ ബന്ധു വീട്ടിൽ കൂടും. അങ്ങനെ പതിവ്. അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അവിടെ ഈ ആൾക്കാരിങ്ങനെ നമ്മുടെ വിഹിതന്മാരും അല്ലാത്തവരും രോഗികളൊക്കെ ഇങ്ങനെ വരൽ പോകുക കഴിഞ്ഞപ്പോൾ അവിടെ കുറേ മുജാഹിദുണ്ട്, ജമാഅത്തുണ്ട്. അവരൊക്കെ ഈ വീട്ടുകാരെ വന്ന് ശല്യപ്പെടുത്തലൂടെ കുറേ നാളുകളായിട്ട്. അപ്പോൾ ഈ വീട്ടുകാർ തന്നോടൊന്നും പറയില്ല. അങ്ങനെ ചില സമയത്ത് എനിക്ക് ഈ മൗനം കണ്ടിട്ട് ഞാൻ ഇവരോട് നിർബന്ധിച്ച് ചോദിച്ച്, നിങ്ങൾക്ക് എന്താ പ്രശ്നം, എന്താ? ഞാൻ പറയുന്നത് ബുദ്ധിമുട്ടാണോ, അത് മറ്റുള്ളവരുടെ വിത്തിനാണോ, എന്തായാലും അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ അവിടെ വീട്ടുകാർ പറഞ്ഞാൽ അത് അറിയാനൊന്നുമില്ല, ഷെയ്ഖിനെ പറ്റി പ്രശ്നമൊന്നുമില്ല, ഷെയ്ഖ് പറഞ്ഞത് മുടക്കണ്ട എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞാൽ അത് അറിയാതെ പറ്റില്ല എന്ന് പറയും. അങ്ങനെ പല പ്രാവശ്യം അങ്ങനെ പറഞ്ഞു പോന്നു. പിന്നെ ലാസ്റ്റ് അത് നമുക്ക് അതിൻ്റെ പിടികിട്ടി. അവിടെ അവർക്ക് വീട്ടിലേക്ക് ഭയങ്കര ശല്യമായിട്ട് മാറി, പരിഹാസിക്കലും കളിയാക്കലും ഒക്കെ തുടങ്ങി. അപ്പോൾ കുറേ മുജാഹിദും എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്, പണ്ഡിത ഗ്രൂപ്പിൻ്റെ സംഘടനയുടെ ആൾക്കാരുണ്ട്. മുജാഹിദാണ് മെയിൻ പന്തിയിലിരുന്നത്. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ വീട്ടിൽ ഷെയ്ഖുവാനുണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ കറാമത്തൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കളിയാക്കൽ തുടങ്ങി. അങ്ങനെ പല പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അവിടെ ഇവൻ ആ വീട്ടുകാർ എന്നോട് പറഞ്ഞു, സംഭവം ഇന്നതാണ്, ഇതിപ്പോൾ നമ്മൾ പ്രതികരിക്കാനൊന്നും പോകണ്ട, അവരോട് പറഞ്ഞോട്ടെ എന്ന് പറയും. ഞാൻ പറഞ്ഞു അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അതിപ്പോൾ അങ്ങനെ കറാമത്ത് കണ്ണി കണ്ടോട്ടെ, എന്നെന്താ നമുക്കെന്നാ ഈ ആഴ്ച തന്നെ ഉണ്ടാവുമെന്നും പറയും. അങ്ങനെ ഞാൻ ഒരു വ്യാഴാഴ്ച അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. വെള്ളിയാഴ്ച കാലത്താണ് അവിടെ രാവിലെ ഒരു എണീറ്റപ്പോൾ ഞാൻ ഇരുന്ന റൂമിൽ മിനാരം അപ്പോൾ ഇതെല്ലാവരും കണ്ട് പിന്നെ ആൾക്കാരൊക്കെ വന്ന് കാണാൻ തുടങ്ങി. അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും മുറിയിലല്ലായി, എറാത്തൊക്കെ ആയി, അങ്ങനെ എല്ലാ സ്ഥലത്തേയും. അപ്പോൾ അവിടെയുള്ള ഹൈന്ദവ ജാതികളും എല്ലാവരും വന്ന് നോക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു കുതിരത്താണ്. പിന്നെ ശാസ്ത്രജ്ഞന്മാരൊക്കെ വന്ന് നോക്കി, ഇത് വരച്ചതാണ്, മാർബിളിൻ്റെ അടിയിലാണല്ലോ, വരച്ചതാണോ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇവർ നോട്ടക്കാരും ശാസ്ത്രജ്ഞന്മാരൊക്കെ വന്ന് നോക്കി. അപ്പോൾ ഇത് വരച്ചതെന്ന് വെച്ചാൽ ഒരു കുതിരത്താലെ ഇങ്ങനെ കാണുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ ഈ ഹൈന്ദവ കൂട്ടർ രാത്രി വെളിച്ചിനെ കൊണ്ടുവന്ന് വയ്ക്കും, രാവിലെ എടുത്തുകൊണ്ട് കഴിച്ച് കുടിക്കും. അങ്ങനെ പലരും രോഗങ്ങൾ മാറാൻ തുടങ്ങി. ഇപ്പോൾ അതൊരു കാഴ്ചവാസമായിട്ട് മാറി അവിടെ. ഞാനതോടെ പോക്ക് നിർത്തി. അപ്പോൾ വീട്ടുകാരെന്താണെന്ന് വെച്ചാൽ അത് താഴത്ത് കംപ്ലീറ്റ് ഒഴിച്ചിട്ട്, കാരണം എല്ലാ മുറിയിലുമായി, അടുക്കളയിലടക്കം മിനാറായി. അപ്പോൾ അവർക്കൊരു പേടി, ഇത് ഉപയോഗിച്ച വല്ല പ്രശ്നം വരുമോ. ഞാൻ പറഞ്ഞ് പ്രശ്നമൊന്നും വരില്ല, അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ ആ മുറി വെച്ചിട്ട് ബാക്കി പെരുമാറിയാണ്. അവരെന്നിട്ട് മുകളിൽ റൂം കൊടുത്ത് ബസ്സുമായിട്ട് താമസിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവിടെ ആൾക്കാർ ചെല്ലുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് കുറേ നേതാക്കന്മാർ, വലിയ നേതാക്കന്മാരും അവരൊക്കെ ഇവിടെ പലർക്കൊക്കെ വിളിച്ചു പറഞ്ഞ്, DGP അടക്കം പലർക്കൊക്കെ വിളിച്ചു പറഞ്ഞ് ഇസ്ലാമിൽ അത്ഭുതമൊന്നുമില്ല, അത് കണ്ടിട്ട് നിങ്ങളാരും അത് പരിചയപ്പെടുത്താൻ നടക്കരുത് എന്ന് വേണ്ട, അതിൽ നിന്ന് അകത്താനുള്ള എല്ലാ ഭിന്നാഭിപ്രായങ്ങളും ഓരോ തരത്തിൽ പല ഉദ്യോഗസ്ഥന്മാരോടും പലരോടൊക്കെ പറഞ്ഞു. പക്ഷെ പറഞ്ഞു കൊടുത്തവരും അത് കേട്ടവരൊക്കെ ശരിക്കും അനുഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിർത്തി. പിന്നെ ഞാനങ്ങോട്ട് പോക്ക് നിർത്തി. ഇപ്പോഴും പരിപാടി അവിടെ നടക്കുന്നുണ്ട്. മറ്റുള്ള ജാതികൾ ഹിന്ദുക്കൾ ഈ നാരങ്ങയും വെളിച്ചെണ്ണയും കൊണ്ടുവന്ന് വയ്ക്കും, വെള്ളം കൊണ്ടുവന്ന് വയ്ക്കും, നിലവിളക്ക് എടുത്തുകൊണ്ട് പോകും, അതൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ കാക്കന്മാർ വഴി വെച്ചിട്ടില്ല. ഇസ്ലാമിൽ അത്ഭുതം ഇല്ലയെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് അത്ഭുതം തന്നെയാണ്, മനുഷ്യന് അത്ഭുതം തന്നെയാണ്. അതിനൊക്കെ വേണ്ടി ഞാൻ പ്രസംഗിച്ചു പോയിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യൻ, ചുരുക്കം പറഞ്ഞ 1 രൂപ വട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പുറത്തേക്ക് വരണം, അതിലും വലിയ അത്ഭുതമുണ്ടോ? ആ മനുഷ്യനാണ് ഇവിടെ വലുതായി വന്ന് ഒരു തുള്ളി ബീജത്തിൽ നിന്ന് പുറത്ത് വന്ന് വലുതായി പ്രായപൂർത്തിയായി അവൻ ഈ കണ്ട ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരൊക്കെ ആവണം. അതിലും വലിയ അത്ഭുതം വരെ ഉണ്ടോ? മറ്റു മുജിസത്തഴിക്കില്ല. അപ്പോൾ അത് തന്നെ വലിയ അത്ഭുതമാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞാൻ പ്രസംഗിച്ച് പോയിട്ടുണ്ട്. പിന്നെ മുജിസാത്ത്, അതായത് ഈ പ്രസ്ഥാനം ഇല്ലാതാക്കാൻ വേണ്ടി മൊത്തത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ പണ്ഡിത സംഘടന അമ്പ്യാക്കന്മാരെ വലിയക്കന്മാരെ മോചിതാത്ത് തന്നെ ഇല്ലാതെയാക്കി. ഒരു മൂന്നായ മനുഷ്യൻ്റെ യഥാർത്ഥ വശം പറയുകയാണെങ്കിൽ മറിഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കില്ല, അല്ലേ?
അലിഫ് ജാമിൻ ദാലിക്കൽ കിതാബും. ആ കിതാബ് ഏതാണെന്ന് ചോദിച്ചു. ആ കിതാബ് ഏതാണെന്ന് ഇപ്പോഴും പണ്ഡിതന്മാർ പറഞ്ഞു തരട്ടെ. അത് പറയാറില്ല. ഖുർആനിൻ്റെ ഒരു ഉൾത്തരം അവർക്കറിയില്ല. ഇവിടെ കാലിയുണ്ട്, പാലിയുണ്ട്, ഒക്കെ ഉണ്ട്. തൗഹീദിൻ്റെ നിൽക്കുന്ന ആൾക്കാരുള്ളൂ. ഇവിടെ ഇപ്പോൾ 10 പേർ ചെയ്യുന്ന ലായിലായിലുള്ള മഹമ്മദുള്ള പേച്ചാണെന്ന് പറഞ്ഞു. ആ സംഘടന നേതാക്കന്മാരെ കൂടെയല്ലേ ഇവിടുത്തെ പൊതുജനങ്ങൾ കൂടിയേക്കുന്നത്. അപ്പോൾ അവരെന്ത് ഇസ്ലാം എന്നാ പറയാം? ഇസ്ലാമിലുണ്ടത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം വേറെ ഒന്നല്ല, നേർവഴിക്ക് ആൾക്കാർ വരരുത്. കാരണം ഇവരെ സംഘടന പൊട്ടിപ്പോവും. പൊതുജനം കാര്യം മനസ്സിലാക്കിയാൽ ഇവരെ സംഘടന ഇല്ലാതെയാവും, ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാതെയാവും. 90 കൊല്ലമായി സംഘടന ഉണ്ടാക്കി പൊതുജനങ്ങളെ നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഓരോന്നും പറഞ്ഞ് പറ്റിച്ച് അവസാനം ഈമാനില്ലാതെ വിളിച്ചുകൊണ്ടിരിക്കും. ഒരു മുസ്ലിമിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അവൻ ഇവിടെ ജനിച്ച് വീണാൽ വളർന്നാൽ അവൻ അവസാനം മരിക്കുക മുസ്ലിമായിട്ടോ മൂന്നായിട്ടോ മരിക്കുക. ഇത് രണ്ടും ഇല്ലാത്ത പോക്കാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഇവിടെ ദീനില്ല, ഈമാനില്ല. യഥാർത്ഥ ദീൻ ഇന്നതാണെന്ന് പറഞ്ഞതാണ്. ഇവിടെ വന്നിടത്തോളം എതിർപ്പും ഇതെല്ലാം കാരണം അതാണ്. ഇപ്പോഴും സംഘടനക്കാരുടെ രഹസ്യമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞപ്പോൾ കാസർഗോഡ് നമ്മുടെ ഒരു മുരീദിനെ അവിടെ നിന്ന് മാലിന്യത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതെങ്ങനെ പുറത്താക്കിയിരുന്നു? പരസ്യമായിട്ട് പുറത്താക്കിയ കേസിന് ബന്ധത്തിലൊക്കെ പോകുന്നവർക്ക്. അപ്പോൾ അവർ ചെയ്തേക്കുന്ന പണി എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഖാദിയാണ് വിളിക്കേക്കണം. വിളിക്കേക്കണമെന്ന് വെച്ചാൽ അവരെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചോ. പിന്നെ പള്ളിയിൽ നിന്ന് അവകാശങ്ങളൊന്നും കൊടുക്കാനും വെള്ളം മേടിക്കാനും പാടില്ല. അത് അവർ തോബ ചെയ്ത് പറയണം. എന്ത് തോബ ചെയ്ത്? മുനാഫിക്കാൻ തോബ ചെയ്ത് മൂല്യങ്ങൾ പോവോ? ഒരു കാലത്തുണ്ടാവില്ല അത്. കാരണം മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ മുനാഫിക്ക് തന്നെയാണ്. കാരണം ഇപ്പോൾ ഖുർആൻ എന്താ പറയണത്? ഇത് അഹദ റബ്ബുക്ക മിമ്മനി ആദമ മിൻ ളുഹൂരിഹിം ദുരിയത്തും അഷ്ഹദു അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹീദാ മിൻ യഖൂലു യൗമാ കുന്ന ഇന്ന കുന്ന നാദോ ഗാഫിലീൻ എന്ന് പറഞ്ഞത്. അതായത് ഓരോ ആദം നബി അലൈഹി സ്വലാമിൻ്റെ മുതുകിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ വരാൻ പോണ റൂഹുകളെ പുറപ്പെടുവിച്ച് അവിടെ എല്ലാ അമ്പിയാക്കന്മാരെയും നിർത്തിയിട്ട് സാക്ഷി സഹിതം വന്ന് ചോദിച്ചതാണ് അലസ്തു ബിറബ്ബിക്കും കാലു വരാന്ന ആ റൂഹ് മറുപടിയും കൊടുത്തു. ആ റൂഹ് അവസാനം അതിൻ്റെ ഒരു ഇരിപ്പിടുണ്ടായിരുന്നു. അവിടുന്ന് പോന്ന് തലയുടെ വെച്ചിട്ട് വന്ന് 6 മാസം കിടന്ന് അത് കഴിഞ്ഞ് ദുനിയാവിൽ വന്ന് പ്രായപൂർത്തിയായി എല്ലായി. ഇനി നിങ്ങൾ ആ പ്രായപൂർത്തിയായി ചിലർ ഡോക്ടറിക്ക് പഠിക്കുന്നു, ചിലർ കാശില്ലാത്തവർ 10ാം ക്ലാസ് കഴിയുമ്പോൾ കൊണ്ടുവന്ന് ഏതെങ്കിലും മദ്രസയിലേക്കാക്കും. പിന്നെ മുതലെടുക്കൊന്നുമില്ല. 6 അവിടെ നിന്നൊരു 10 ഒരു തഫ്സീർ മിസ്കാത്തൊക്കെ ഓതി തലകെട്ടി 10 മേടിച്ചിട്ട് വരും, ഡിഗ്രി മേടിച്ചിട്ട്. എന്നിട്ട് ജനങ്ങളെ പഠിപ്പിക്കുക. എന്നാൽ ഈ കരാറാവും കുതിക്കുക. അപ്പോൾ ഇവിടുത്തെ പണ്ഡിതന്മാർ മുതലെടുക്കുന്ന എന്തും പറയുകയെന്ന് വെച്ചാൽ അവർക്ക് ആകപ്പാടൊരു ഹദീസുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് അവരെല്ലായിടത്തും ഏത് രാജ്യങ്ങളടുത്ത് പോയിട്ട് പോകുന്നു. ഞങ്ങൾ എന്നെ പോലുള്ളവരുടെ തോന്നില്ല കേട്ടോ, ഒരു തിരിച്ചു വയ്ക്കുമല്ലോ. അല്ലാത്തടത്തൊക്കെ അതും ഉലമാവ് വൃത്തത്തിൽ അമ്പിയാവും. അമ്പിയാക്കന്മാരെ അനന്തരവാസികൾ ഞങ്ങളാണ്. ആര്? പണ്ഡിതന്മാർ. അത് ശരിയാണ്, അത് പണ്ഡിതന്മാർ തന്നെയാണ്. പക്ഷെ അത് കരാറ് പുതുക്കിയ പണ്ഡിതന്മാരായിരിക്കണം. അതല്ലാതെ നിങ്ങൾ 100 കൊല്ലം കിതാബ് പോയി എത്ര കറാമത്ത് കാണിച്ച് എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിച്ച് അതൊക്കെ ഇവിടെ സന്യാസിമാരും കാണിക്കുന്നുണ്ട്. പക്ഷേ അവൻ മുനാഫിക്കാനാണ്. കരാറ് പുതുക്കിയില്ലല്ലോ. ആ കരാറ് പുതുക്കാൻ വേണ്ടിയാണ് 1,24,000 അമ്പിയാക്കന്മാരും അതിനുശേഷം വന്ന സകല അമ്പിയാക്കന്മാരെയും ജോലി ചെയ്തതാണ്. ഏതെങ്കിലും ഒരു അമ്പിയാക്കന്മാരെ ഏതെങ്കിലും ഒരു എസ് പോയി കോളേജിൽ പോയി പഠിച്ച റെക്കോർഡുകൾ എടുത്തു. പിന്നെ നിങ്ങളുടെ ഡിഗ്രിക്ക് എന്ത് വിലയുള്ളത്? അത് പൊതുജനങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം. ഇൽമു വേണം, ഇൽമു പഠിക്കണം അത്യാവശ്യം. അതിന് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലൂടെ നടക്കണം. നിങ്ങൾ കുറച്ച് ദിവസം പഠിക്കും, ഇവിടെ ഇറങ്ങി വരും. പിന്നെ ഞങ്ങൾ അല്ലുലമാവ്രതത്തിലും ഞങ്ങളുടെ അമ്പിയാക്കന്മാരെ അനന്തരവാസികളാണ്. ഞങ്ങളുടെ കൂടെ കിടന്ന പെണ്ണുങ്ങൾക്ക് നിറവില്ല, പിന്നെ സ്വർഗമാണ് ഹറാമിയത്ത് ചെയ്താൽ. ഇതല്ലേ മസാല. ഇപ്പം ഈ കുണ്ടോട്ടിയിൽ 47 പേര് കിടപ്പുണ്ട് മൂല്യന്മാർ. അതിൽ 2 മാസ്റ്റർമാരും ബാക്കി 45 മൂല്യന്മാർ. തൊഴിൽ പിടിച്ചിട്ടാണ്. ജാമ്യം കിട്ടില്ല. ഒരു മസാലയിൽ കിടക്കണം. സംഘടനക്കാർ ജാമ്യത്തിന് ഇറക്കട്ടെ. ഇത്രയൊക്കെ ആയിട്ട് ഇത് പഠിച്ചിട്ടില്ല. ഇവർ തൗഹീദിൽ ഇറച്ചി കടിക്കുന്നവരും അതിന് അള്ളാഹിൻ്റെ ലേഖനത്തിലൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് ഇറങ്ങിയിട്ടില്ല. അഥവാ മനസ്സിലാക്കിയാൽ അവിടെ സംഘടന പോകും. ഇത് സത്യമാണെന്ന് പറഞ്ഞാൽ അവരുടെ ആശം അത് പോയി. അപ്പോൾ അതിന് കുറേ രാഷ്ട്രീയക്കാരെയും എല്ലാവരും പിടിച്ച് കുറേ പണം ചിലവാക്കി സംഘടനയിൽ കുറേ കൂടിയേക്കാണ്. ഈ സംഘടന എന്തുണ്ടായിരുന്നപ്പോൾ ഞാൻ പറയാൻ അറിഞ്ഞൂടെ? 90 കൊല്ലം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഭരണകൂടത്തിന് സ്വാധീനം പിടിച്ച് അവർക്ക് ചില കാര്യങ്ങൾ നേടാം. മുസ്ലിങ്ങളുടെ കാര്യം നേട്ടമല്ല. അപ്പം ഞങ്ങൾ ഒരു 40 മൂല്യന്മാരോട് ഒരു സംഘടന ഉണ്ടാക്കി, ഒരു മുഷാവറ. അതാണ് ഈ സംഘടന. ഈ മുഷാവറയിൽ 40 പണ്ഡിതന്മാരുണ്ടാവും. അതിലൊരാളെ പ്രസിഡൻ്റാക്കും, ഒരാളെ സെക്രട്ടറി ആക്കും, ഒരാൾ ട്രഷറാക്കും,
പിന്നെ ഇന്ന് പകലെന്ന് പറഞ്ഞാൽ പകലായിട്ട് വിശ്വസിച്ചോളണം. അന്നേ റസൂലും പറഞ്ഞ നിയമം ഇവിടെയില്ല, എവിടെയില്ല. ഇപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ രാജാക്കന്മാർ ഭരിക്കുന്നുണ്ട്. ശരീരത്തിൽ നിയമം, അവിടെ ശരീരത്തിൽ എന്ത് ശരീരത്തുള്ളത് അവിടെ ശേഖന്മാർ വരണം, ഇവിടെ മറ്റുള്ള വരണം. പിന്നെ ഇന്ത്യയിൽ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഓരോ മതസ്ഥർക്കും അവരുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട്. അതുകൊണ്ട് അവിടെ തല്ലുകൊടുത്തില്ല. അവിടെ തല്ലുകൊടുത്താൽ ഈ പണ്ഡിതന്മാരെ തങ്കറിഞ്ഞു, വേറെ ഓരോ പ്രശ്നമില്ല. അപ്പോൾ ഈ സത്യം പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെ നമ്മൾ ജനിച്ചു വളർന്നതാണ്. ഇവിടെ തന്നെ വിടുന്നില്ല ഹൈന്ദവജാതികളെടുത്ത് ഞാനിവിടെ വരത്തലാണ്, അവിടെ പുതിയതായിട്ട് വന്നതാണ്, അതിൽ തീവ്രവാദിയാണ്. അതായത് ഓരോരുത്തരുടെ അടുത്തും ഏതെല്ലാം പോയിന്റിൽ പറഞ്ഞു കൊണ്ടിരിക്കാൻ പറ്റുമോ അതേ പോയിന്റിൽ ഈ പണ്ഡിത സംഘടന നേതാക്കന്മാർ പറഞ്ഞു വരുത്തിയേക്കാം. തെളിവ് സഹിതം ഞാൻ കണ്ടു തരാം എല്ലാ നേതാക്കന്മാരും. എന്നിട്ട് ഇവരെ പണി എന്താ? അല്ല ഉള്ളങ്ങളെയും കൊണ്ടുകൊണ്ട് നടക്കുന്നത്. ഇതെല്ലാം ജോലി. എനിക്കൊക്കെ അല്ലേ നിങ്ങളൊക്കെ തീറ്റ കൊടുക്കണേ. പല കയ്യും കാലം ഓടിച്ചവർക്ക് എത്ര കൂലി കിട്ടും അത് മനസ്സിലാക്കണ്ടോ? ഇതാണ് ഇവിടെ നടക്കുന്നത്. അതിനെപ്പറ്റി പൊതുജനങ്ങൾ മനസ്സിലാക്കണം, ഞാനല്ല മനസ്സിലാക്കുന്നത്. എനിക്ക് പേരോട് എല്ലാം ഓടിക്കുന്നത് ആവശ്യമില്ല. പൊതുജനങ്ങൾക്ക് മനസ്സിലാവേണ്ട രൂപത്തിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ മനസ്സിലാക്കി അവർ രംഗത്ത് വരണം. ഇവിടെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ ഏതെങ്കിലും ഒരു രാജ്യത്ത് വന്ന് ഒരു പള്ളി ഉണ്ടാക്കി, ഒരു ജമാഅത്തുണ്ടാക്കി, ആ നാട്ടിലേക്ക് ശമ്പളം കൊടുത്ത് മില്യനോടെ ഇരിക്കണ്ട. നാട്ടുകാർ കഷ്ടപ്പെട്ട് പള്ളി ഉണ്ടാക്കും. പിന്നെ പൈസ തികയാതെന്നൊരു രക്ഷീതി ഉണ്ടാക്കി പഴയ കാലത്ത് തന്നെ ഇപ്പോൾ മൂല്യന്മാരുടെ പിരിവിനോട് ഇപ്പോൾ പിരിവിനടുത്ത് 60% ഒഴിക്കുക പള്ളിയുടെ മുതലും. സക്കാത്തില്ലാമത്തെ മുതലും കമ്മീഷനാണ് അല്ലേ അതിലൂടെ നടക്കുന്നത്. എന്നിട്ട് പള്ളി ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ട് കെട്ടുകാരനോടെ മൂല്യരെ കൊണ്ട് നിർത്തും. 3 മാസം കൊണ്ട് മാലിൽ 4 കഷ്ണമായി. AP, EK, പിന്നെ മുജാഹിദ്, കുറേ ജമാഅത്ത്, കുറേ രാഷ്ട്രീയം, കുറേ ലീഗ്, ഇങ്ങനെയുള്ള 5-6 കഷ്ണങ്ങളായി. പിന്നെ തമ്മിലടിയായി. അപ്പോഴേക്കും മുല്യർക്ക് സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചാൽ മതി, അവിടെ BJP ഇറങ്ങിയേക്കണം, മറ്റൊരു ഇറങ്ങിയേക്കണം, അവിടെ നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ റെഡി ആയിക്കുക, വാളെടുത്തോ കുന്തെടുത്തോ ഒരു പള്ളിക്കാട്ടിൽ കുഴിച്ചിട്ടോ, നമുക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാനുള്ളതാണ്. ഇതാണ് ഇവന്മാരുടെ പ്രസംഗം. അങ്ങനെ ചെറുപ്പക്കാർ തല്ലുകൊള്ളിക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി പോലീസ് ഓടി വന്നാൽ ഇവനൊക്കെ ഓടി രക്ഷപ്പെടും. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ ഇറങ്ങാറ് മൊയ്ലിയർ, അത് പള്ളിയിലെ കാലിയാണ് മൊയ്ലിയറിക്കാരനാണ്. ഇതെല്ലാം ഇവിടെ പറയണത്. പൊതുജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സംഘടന ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പല തരത്തിൽ തെരുവോരം ചെയ്യാനുള്ള എല്ലാ പരിപാടിയും ടൈഗർ പോസ്റ്റും ആയിട്ട് എല്ലാ പോസ്റ്റും കൂടെ ഇറങ്ങി കഴിഞ്ഞു. ഇതൊന്നും ബാക്കിയില്ല, ഒരു തരത്തിലും ബാക്കിയില്ല. ഒരു മുസ്ലിമാണെങ്കിലും മൂമിനാണെങ്കിലും തെരീക്കത്ത് ആവശ്യമാണ്. മല്ലാലോ ഷെയ്ഖും ഒരു ഷെയ്ഖ് ഷെയ്ത്താനെന്ന് പറഞ്ഞു, ഷെയ്ഖില്ലാതെ ഷെയ്ഖ് ഷെയ്ത്താനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മുസ്ലിമായിട്ട് ജനിച്ച അവൻ ഇത്താവ് പോലെയാലും അവനിക്കൊരു തബൂക്കിന് ഷെയ്ഖ് വേണം, എന്നാലും അവൻ പക്ക മുസ്ലിമാവുള്ളൂ. കാരണം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് 24 മണിക്കൂറും ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ പറഞ്ഞു. ജിന്നിനും ഇൻസിനും അല്ല പഠിച്ചത്. അത് ഏത് മതമായാലും ഏത് ജാതിയായാലും അള്ളാഹ്ക്ക് തഖ്വ ചെയ്യാൻ പറ്റില്ല. ഈ തഖ്വ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറുണ്ട്. നിങ്ങളുടെ 5 നേരം നിസ്കാരം മാത്രമല്ല, 5 നേരം നിസ്കാരം അതാ വക്ത് കഴിയുമ്പോൾ തീർന്നുപോയി. നിങ്ങളൊരു ഒന്നു കൊടുത്ത് ഒരു പരിധി വരെ നിൽക്കുക, അത് കഴിയുമ്പോൾ വിശ്വാസമാതെ പോയി. നോമ്പ് റമദാൻ മാസത്തിലോ അല്ലെങ്കിൽ മറ്റൊരു ദിവസം പഠിച്ചാലും വൈകുന്നേരമുള്ളൂ. പിന്നെയൊക്കെ നിങ്ങൾ ഈ ബാധിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ 24 മണിക്കൂറും തഖ്വ എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഷെയ്ഖ് വേണം. മുസ്ലിം ആയാലും അവനൊരു ഷെയ്ഖ് വേണം. പിന്നെ മൂമിനാവണോ കരാർ പുതുക്കണോ, അതാണ് യഥാർത്ഥ ഇസ്ലാം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുൻകാല അമ്പ്യാക്കന്മാർ വഴിക്ക് പോകുന്ന ദീനാണ് ഇപ്പം ഞാനീ പറഞ്ഞത്. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ഉമ്മത്തികളാവണോ ദീനിലേക്ക് കടക്കണോ, അതിന് കരാർ പുതുക്കണം, മൂമിനാവണം. അവരാണ് പണ്ഡിതന്മാർ. ആ കരാർ പുതുക്കി കഴിഞ്ഞാൽ അവൻ പണ്ഡിതനായി. അവനക്ക് ഇൽമില്ലെങ്കിലും പണ്ഡിതൻ തന്നെയാണ്. കാരണം തൗഹീദിൻ്റെ ഇൽമ അങ്ങനത്തതാണ്, കാതലായ വശാതാണ്. ഖുർആൻ്റെ ആശയം മനസ്സിലാവണമെങ്കിൽ, ഹക്കായ്ക്ക് മനസ്സിലാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഴിയിലേക്ക് വരണം. അപ്പോൾ അതിനും വേണമെന്നാണ്. അതാണ് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി ഹദീസ് പറഞ്ഞത്, ഫറളൽ ഇൻസാന് യതലബു ഷൈഉ കാമിലത്തും ഓബിൽ ഷാമി ഓബിൽ റോമി ഓബിൽ മക്കാൻ എന്ന് പറയാം. ഓരോ മനുഷ്യനും ഓരോ മുസ്ലിമിനും പറഞ്ഞതാണ് ഒരു ഷെയ്ഖ് കണ്ടുപിടിച്ചത് കാമിലായ. അത് അവർക്ക് നിർവാഹം. ഷാമിലായാലും മക്കത്തായാലും റോമിലായാലും എവിടെയായാലും നിങ്ങൾ പോയി തേടി പിടിച്ച് വളരെ പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മളെ തേടി പിടിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഴി തേടി നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഓസില്ലാതെ 14 ഷെയ്ഖുമാരെ തുടങ്ങുന്നത്. ഇപ്പോൾ ഓസില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അഹ്ലുബൈത്ത അല്ലേ. ഇമാം ഹസൈനാർ വഹിക്കും, ഹുസൈനാർ വഹിക്കും, ഒക്കെ അഹ്ലുബൈത്ത് തന്നെയാണ് ഒറിജിനൽ.
വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ അഹ്ലുബൈത്താണ്. അപ്പോൾ അങ്ങനത്തേതായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മയുടെ വയറ്റിൽ നിന്ന് വലിയ കറാമത്ത് കാണിച്ചാണ് ആലം അറുപതിന് കറാമത്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പണ്ഡിതന്മാർക്ക് വിശ്വസിക്കായിരിക്കും, പക്ഷേ അതൊക്കെ നടന്ന കാര്യങ്ങളാണ് കാണിച്ചിട്ടുണ്ട്. അങ്ങനത്തെ രേഖയാണ് ഇവിടെ വന്ന് ദുനിയാവിൽ 25 വയസ്സ് വരെ കിതാബ് ഓതി അന്ന് തൗറാത്തും ഇഞ്ചീലും ഒക്കെ കാണാപ്പാടാക്കി അതൊക്കെ പഠിച്ചിട്ടാണ് ഖുർആൻ എഴുതാക്കിയിട്ടാണ് 25 വയസ്സിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ 25 കൊല്ലം ചുറ്റി കിടന്നു. എന്തിനാ? കാരണം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഹദീസ് അവർക്കൊക്കെ അറിയാം. ഈ അറസ്റ്റ് പ്രവർത്തിക്കും വാലുവല്ല എന്നുള്ള വാക്കുണ്ടല്ലോ, അത് അവർക്കൊക്കെ അല്ല. അതിൽ 17 വയസ്സിൽ എന്നോട് ഹോസ്റ്റലാന്ന് പറഞ്ഞത് കറാറ് പുതുക്കുന്നവരെ നടന്നാണ് പറഞ്ഞത്. അത് ഇവിടെ വന്ന് കേരളത്തിലെ ആന മുതൽ തൗലിയാക്കന്മാരോടൊക്കെ ചോദിച്ചു, വടകരയുടെ അടുത്ത് ചോദിച്ച്, മടൂരിൻ്റെ അടുത്ത് ചോദിച്ച്, അവസാനം ഇവരൊക്കെ ചീത്തയും പറിക്കുന്നു. കറാറ് പുതുക്കില്ല എന്താണെന്ന്. അത് വാക്തത്വം പാലിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒരേ മസാല. വലിയ വലിയ പണ്ഡിതന്മാരോട് ചോദിച്ചു, വടക്കേ ഇന്ത്യയിലേക്ക് കടന്ന് ദേവന്റെ പ്രിൻസിപ്പാളടക്കം ചോദിച്ചു. അങ്ങനെ പ്രിൻസിപ്പാളിനെ കൊണ്ട് നമ്മുടെ ഷെയ്ഖിൻ്റെ അടുത്ത് കൊണ്ടിട്ട് അവസാനം അയാൾക്ക് അന്ന് 5-6 തരീക്കത്തുണ്ട്. ഷെയ്ഖ് തരീക്കത്ത് കൊടുക്കുന്ന ആളാണ്. അയാളെ നിസ്സാര വാക്കിന് കൊണ്ടിട്ട് നമ്മൾ ഷെയ്ഖിൻ്റെ അടുത്തും തരീക്കത്ത് കൊണ്ടിട്ടു. എന്താ കാരണം? അസലുണ്ടായില്ല. അപ്പോൾ അങ്ങനത്തെ ഹോസ്റ്റലിലാണ് 25 വയസ്സ് വരെ ചുറ്റി നടന്ന് ഒരുപാട് ഷെയ്ഖുമാരെ തുറന്നു. കാരണം ഇപ്പോൾ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഷെയ്ഖ് എന്ന് കേട്ടാൽ ഞാൻ വന്ന് നിങ്ങളെന്തെങ്കിലും, കാരണം ഷെയ്ഖന്മാരുടെ അടുത്ത് അതുപോലെ പ്രവർത്തിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങളടുത്ത് വന്ന് ഞാൻ മേടിച്ച് കിട്ടിക്കഴിഞ്ഞ് കുറച്ച് ചെല്ലി കഴിയുമ്പോഴേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അസലല്ല, ഇത് വഴി വേറെയാണ്. അപ്പോൾ നമ്മൾ അടുത്തന്നെ പിടിക്കും. അങ്ങനെ പിടിച്ചു കഴിച്ചാൽ 5, 6, 7 ഞാനും 8 ഷെയ്ഖന്മാർ തുറന്നാളാം. അപ്പോഴേ ആറാമത് മനസ്സിലായത്. അതാണിപ്പോൾ കള്ളന്മാരെ പിടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കറാമത്തെ നമുക്ക് വീശാൽ ഏത് കറാമത്തെ പിടിച്ച് നൂലുമ കെട്ടി വിടണം. അതിന് വരില്ലേ ഇപ്പോൾ ആരും. വന്ന് എനിക്കൊരു തോട്ടത്തിലാണ് എൻ്റെ കറാമത്ത്. കാരണം ഞാനിതിലൊക്കെ വലിയ കറാമത്ത് കാണിച്ചാളാണ് വടക്കേ ഇന്ത്യയിലൊക്കെ. പക്ഷേ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ തലയെ കൈ വെച്ച്, കാരണം നമ്മൾ ചെയ്ത നമ്മൾ കത്തിച്ച് കളയാണ് ചെയ്തത്. അത് പിന്നീട് മനസ്സിലാണ്. അപ്പോൾ യഥാർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ മാറി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഓഫറാണ്, അതിലേക്ക് വന്ന ശരി. അതുകൊണ്ടാണ് അലിയാരങ്ങൾ പറഞ്ഞാൽ ഈ തരീക്കത്ത് ഇപ്പോൾ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ വഴി 40 കൊല്ലം കഥയാവാതെ സുബഹിക്ക് തിരിച്ചടിക്ക് അത് കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ തങ്ങളുടെ ഉമ്മത്തെ റസൂലുള്ളാഹിൻ്റെ വഴിപ്പെട്ട് നേരെ വഴി, പിന്നെ എനിക്ക് വേറെ വഴി നോക്കാറില്ല. ഇനി അതുകൊണ്ട് അവൻ കാമിലായാലും ഇല്ലെങ്കിലും അവൻ സ്വർഗത്തിലാണ്. ഇപ്പോൾ എത്ര സഹാബികൾ ദീൻ വിശ്വസിച്ചിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റില്ല, നേരെ തകളത്തിലേക്കല്ലേ വരും. എന്തുകൊണ്ടൊരു സ്വർഗത്തിൽ പോയി? നല്ല സുഹൃത്തൊരു സാധനം, ആ സാധനം നമ്മളും കൊടുക്കുന്നത്. അതാണ് എൻ്റെ വഴി. 25 കൊല്ലം ചുറ്റിയാടുന്ന 51 വയസ്സിലാണ് ഈ എന്ന് പറഞ്ഞത്. അപ്പോഴേ നിന്നിട്ടുള്ളൂ. അതുവരെയും തക്കുകയും അന്വേഷണം നടന്നു. അവസാനത്തെ ഷെയ്ഖിനെ കിട്ടിയതിന് ശേഷം കുറേ കഞ്ചൂറാണ്. പിന്നെ അത് ലാസ്റ്റ് പരീക്ഷണം ഹൃദയറബിയുടെ ആയിരുന്നു. ഹൃദയറബി എന്നിട്ട് ഒന്ന് അതൊക്കെയാണ് ദുനിയാവുമായിട്ട് ബന്ധപ്പെടണമെന്നുണ്ട് എന്ന് ചോദിച്ചു. അല്ല പറയാൻ ഞാൻ പെടുമെന്ന് പറഞ്ഞു. അതിനൊരു കുമ്പിൾ മണ്ണെടുത്ത് കുഞ്ചിക്കാൻ പറഞ്ഞ് മുതുകിൽ വെച്ചിട്ട് കുഞ്ചിക്ക് വെച്ച് കൊടുത്തു. ഒരു കപ്പ് വെള്ളം മരത്ത് ഏലയിൽ കൂട്ടിയിട്ട് എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞാണ്ട് പോയി. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഹൃദയറബി വന്നത്. എന്നിട്ട് വന്നിട്ട് അല്ല വൈദ്യം പോയില്ല ഇവിടുന്ന്. അങ്ങനെ എന്നോട് ഇവിടെ വിളിക്കാനല്ലേ പറഞ്ഞു. അതാണ് ഒരാണ്ട് കാലം ഊണുമുറക്കവും അതൊന്നും കൂടാതെ ഒരാണ്ട് കാലം പുറത്ത് നിന്നവന്ന് വൈദ്യന്മാർ പറഞ്ഞാൽ അതാണ്. നിങ്ങളെ കൂടെ പറ്റുമോ? 1 മണിക്കൂർ നിൽക്കാൻ പറ്റുമോ? ഇതൊരു കൊല്ലം വെറുതെ സാധനം കിട്ടി അധ്വാനിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഓതില്ലാത്തവരോട് അധ്വാനിച്ച് നല്ലോണം കഷ്ടപ്പെട്ടാണ് ഈ മക്കാമിലെത്തിയത്. അങ്ങനെ ദിക്ർ കൊടുക്കാൻ അധികാരമുള്ളവരുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഒറിജിനൽ റസൂലുള്ളാഹിയുടെ വഴിയിൽ അല്ലുലമാവ് ഉറത്തുൽ അംബിയ എന്നുള്ള നിലവാരത്തിലേക്ക് നിങ്ങൾ എത്തിയ ആളാണെങ്കിൽ നിങ്ങൾ തവറൂക്കിനെ ചെയ്യുക. നിങ്ങൾക്ക് മറ്റുള്ള മുസ്ലിമുകൾക്ക് തിരികത്ത് കൊടുക്കുക, അതിന് കുഴപ്പമില്ല. അതല്ലാത്തവൻ കൊടുക്കുന്നത് ആന തൂർണ്ണാണ്ട് മയിൽ തൂർണ്ണ പുള്ളിയാണ് കുളിഞ്ഞു പോകും. അതിപ്പോൾ അറിയില്ല, ചിലപ്പോൾ ദുനിയാവിൽ തന്നെ അറിയും. ഏതെങ്കിലും വീട്ടിലൊക്കെ സമാധാനം നിങ്ങൾ കാണുന്നുണ്ടോ? എന്താ കാരണം? അവരതിലുള്ള കയ്യിലിപ്പോൾ അല്ലാരും ശിക്ഷിക്കുന്നില്ല, അവരുടെ പ്രവർത്തി കൊണ്ട് അവർ തിരിച്ചിട്ടുണ്ട്. ജനങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ മാർഗങ്ങൾ. ഇപ്പോൾ ഈ തൗഹീദ് പൂർണ്ണമായിട്ട് നിങ്ങൾ സ്വീകരിച്ച് റസൂലുള്ളാഹിയുടെ മാർഗത്തിലേക്ക് നിങ്ങൾ യഥാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു തബ്റൂക്കിൽ ചെയ്യുക. മൂമിനാണ് നിങ്ങൾ. ഒരു മൂമിനായ മനുഷ്യന് മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള അധികാരമുണ്ട്. മൂമിനെങ്കിൽ ദുനിയാവിലെ ആഹ്റത്തിലും ശഫാഅത്തിന് അവകാശമുള്ളവരാണ്, അവകാശികളാണ്. അതാണ് നിങ്ങളുടെ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നോക്കി കണ്ണു കുടിക്കണം പറഞ്ഞു. കാരണം അവർക്ക് വേണ്ടി വേർക്കേണ്ടി വരും നല്ല മനുഷ്യർ.
അവരോട് സങ്കടം പറയുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളമായാലും തന്നില്ലേ, കാരണം അതിൻ്റെ പവർ. അത് മോമിനിയങ്ങൾക്കൂടെ വലിയ പവറുണ്ട്. മോമിനിയങ്ങളെ പറ്റിയല്ലേ ഖുർആനും പറയണുള്ളൂ. എവിടെ നോക്കിയാലും മോമിനിയങ്ങളെ പറ്റിയേ ഖുർആൻ പറയണുള്ളൂ, മുസ്ലിങ്ങളെ പറ്റിയല്ല. മുസ്ലിങ്ങളുടെ വഴികൾ പറയുന്നുണ്ട്. അപ്പോൾ മുസ്ലിം പക്ക മുസ്ലിം ആവണമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ യഥാർത്ഥ തക്കവയിലേക്ക് വരണമെങ്കിലും ഈ ഇത് വേണം, ഇത് തേകത്ത് വേണം. അതാണ് മല്ലാലോ ഷെയ്ഖ് മുഷേഖ് ചെയ്താന്ന് പറയുന്നത്. മറ്റേത് പറഞ്ഞ ഇൻസാന് എത്തലബ് ഷെയ്ഖ് കാമലത്ത് ഓബിസ്ലാമി ഓബിൻ നോക്കാമെന്ന് പറയുന്നത്. അതാണ് റസൂൽ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാമലായ ഒരു ആണിനും പെണ്ണിനും നിർബന്ധമാണ് ഒരു ഷെയ്ഖിനെ കണ്ടുപിടിക്കും. അത് യഥാർത്ഥ വഴി. ഇനി മുൻകാല അമ്പ്യാക്കന്മാരെ വഴി നിങ്ങൾക്കൂടെ അംഗീകാരമല്ല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരവോടുകൂടി എല്ലാം പോയി, ആയിരിക്കില്ല അധികാരം. അതാണ് ഈ ഒമാർ സല്ലല്ലാഹു എല്ലാ റഹ്മത്തിൽ ആൽമിൻ എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഖിയാമത്ത് നാൾ വരെ വരാൻ പോണേനും വന്ന് നിൽക്കുക. പക്ഷെ ആദ്യമായിട്ട് സൃഷ്ടിച്ച നൂറാണെങ്കിലും വന്നത് അവസാനമാണ്. അതാണ് ആലം പറയുന്നതിന് എല്ലാ അമ്പ്യാക്കന്മാരെ കൊണ്ടും വൈദ ചെയ്തിട്ടുണ്ട്. അതാണ് 1,24,000 അമ്പ്യാക്കന്മാരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലാണെന്ന് പറയാൻ കാരണം അതാണ്. അവരൊക്കെ അവിടുന്ന് തൗഹീദ് അല്ലാഹ് നേരിട്ട് കൊടുത്തുപോയി. കൈ കൂടെ ചെയ്യുക ആവശ്യമില്ല അമ്പ്യാക്കന്മാരെ സംബന്ധിച്ച്. ബാക്കി എല്ലാവർക്കും വേണം. അവർ തെറ്റ് ചെയ്യില്ല, ഒരു മോശമില്ല, അവരെക്കൊണ്ട് തെറ്റ് ചെയ്യാൻ സാധിക്കില്ല, അല്ലാഹയിലേക്ക് ഇറക്കില്ല. അത് പറഞ്ഞാൽ തന്നെ അവരപ്പം തടയും. ഇതിനെങ്ങനെ തെറ്റ് ചെയ്യുക? അല്ലാഹ് പറഞ്ഞ തെറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലാഹ് മേർവാനത്ത് എന്താ പൈൽമാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഒരു മനുഷ്യനെ സഹായിയാൽ കൈതയും പൈൽമാനാണ്. പക്ഷെ മനസ്സിലായില്ല. അപ്പോൾ അള്ളാഹിനെ സഹായം മനുഷ്യനായിട്ട് അവൻ രക്ഷപ്പെട്ടു, എല്ലാ രൂപത്തിലും രക്ഷപ്പെട്ടു. അതിനെ എഴുതിയേക്കന്മാർ അതിന് സുന്നത്തുകൊണ്ടേ നേടാൻ പറ്റുള്ളൂ. ഈ സുന്നത്ത് എവിടെ നിന്നുള്ളത് പണ്ഡിതന്മാർക്കറിയോ? അള്ളാഹിനെക്കുള്ള അടക്കൽ സുന്നത്ത് കൊണ്ടാണല്ലോ. ഏതാ സുന്നത്ത് എന്ന് എനിക്കറിയോ? ഇവരോട് വെച്ചറിയില്ല. കാരണം ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ ശർത്തും പറഞ്ഞോ അറിയാത്തതിന് സുന്നത്ത് അറിയണമെങ്ങനെ? അത് ഞങ്ങളെ പലരോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പഠിക്കുള്ളൂ. അതിനും പരിഹാസിച്ചുകൊണ്ട് നടക്കാറുണ്ട്. ഒരു സമയത്ത് പണ്ഡിതങ്ങനെ കാബായ അൽഫിലാമി ഇതിനെയൊക്കെ കളിയാക്കി ദീനിന്ന് പുറത്തുപോയി. അതിനൊക്കെ ചത്തുപോള്ള കോലം കണ്ടില്ലേ? ദേഷ്യം ഭരിച്ചേക്ക ആരാ? നമ്മുടെ പണ്ഡിതന്മാരുടെ ചെയ്ത പണി. അത് കാരണം നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് സംഭവിച്ചതാണ്. ഇനി അങ്ങനെ സംഭവിക്കില്ല എന്ന് വിചാരിക്കാം. നേർവഴി ഒന്നുള്ളൂ. ആ വഴിയിലേക്ക് വരാതെ ആർക്കും രക്ഷയില്ല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗം. ഇന്ന് അടക്കള മുതൽ അന്താരാഷ്ട്രം വരെ സമാധാനമില്ല. ഉണ്ടോ? ഉണ്ടാവില്ല. കാരണം ഇവിടെ അടക്കള മുതൽ അന്താരാഷ്ട്രം വരെ ജീവിക്കേണ്ട കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് സ്വീകരിച്ച് അത് അംഗീകരിച്ച് അതിന് ജീവിക്കാനല്ലാതെ ഇവിടെ വേറൊരു വഴിയില്ല. അല്ലെങ്കിൽ സമാധാനം ഇവിടെ ഉണ്ടാവില്ല. ഇതിങ്ങനെ പോയി കുറേ കുലുക്കും വെള്ളക്കയറ്റവും പൊക്കമായിട്ട് അവസാനം പനാവില ഉണ്ടാവും. ഇതൊക്കെ മുന്നറിയിപ്പാണ്. അടുത്തത് പറഞ്ഞ് ആലോചിക്കണം. പാവം എന്ത് വന്നാലും അതിനെ ഇല്ലായ്മപ്പെടുത്തല്ലേ. അതാരാ ചെയ്യണേ? ഇവിടുത്തെ ആ മുസ്ലിമുകൾക്ക് വിശ്വാസമുണ്ട്. പണ്ഡിതന്മാരാണ് ഇല്ലാതാക്കണേ. കാരണം അങ്ങനെ ആക്കി കഴിഞ്ഞ് നിങ്ങളുടെ ആൾ കൂടിയല്ലോ. അപ്പോൾ അപേക്ഷ കൂട്ടിയില്ലേ? അതിന് വ്യത്യാസം. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇപ്പോൾ അവരുടെ ഒപ്പം തലക്കെട്ടും കെട്ടി നടക്കാനും നല്ല പിള്ളേരാണ്. കാര്യം പറഞ്ഞു നോക്കി അപ്പം തിരിയും.